സുനിൽകുമാർ, ടി എസ് എഫിൽ ചോദിച്ച ചോദ്യം ഇതാണ്. കാര്യങ്ങൾ ഇത്രയ്ക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് അവസാനം കോടിക്കണക്കിന് രൂപ നമ്മളുടെ ഖജനാവിൽ നിന്ന് പാഴാക്കി CBI ഈ അന്വേഷണം നടത്തേണ്ടതില്ല എന്ന നിലപാടിൽ സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ്? ആ കുടുംബത്തിൻ്റെ ആവശ്യത്തെ മുൻനിർത്തി കുടുംബത്തോടൊപ്പം നിലയുറപ്പിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? സുനിൽകുമാർ, ഇന്ന് ഈ വിധി വരുമ്പോൾ CBI അന്വേഷണത്തിൽ തങ്ങൾ ഭാഗികമായി തൃപ്തരാണെന്ന് കുടുംബം പറയുമ്പോൾ അത് സർക്കാരിൻ്റെ മുഖത്തേറ്റ പ്രഹരം കൂടിയല്ലേ സുനിൽകുമാർ? യെസ്, ഞാനതിലേക്ക് വരാം. പക്ഷെ ഒറ്റ കാര്യം മറുപടി പറയണം. ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ ആസഫ് അലി അഭിഭാഷകൻ എൻ്റെ സുഹൃത്താണ്, മുൻ DGP ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ്, ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് എൻ്റെ മുന്നിലിരിക്കുന്ന കേസ് ഡയറിയിലെ അഡ്മിറ്റഡ് ഫാക്റ്റ് എന്നതാണ്. ഒരു ട്രയൽ, ഒരു സെഷൻസ് കോടതിയിൽ ഒരു കൊലക്കേസിൻ്റെ ട്രയൽ പൂർത്തീകരിച്ച് വിധി പറഞ്ഞാൽ പിന്നെ എന്ത് കേസ് ഡയറിയിലെ അഡ്മിറ്റഡ് ഫാക്ട്സ്? അതല്ലേ മുഴുവൻ പരിശോധിച്ച് ആ കേസ് ഡയറിയിലുള്ള മുഴുവൻ കാര്യങ്ങൾ തെളിവായി കോടതി പരിശോധിച്ച് ഒരു ആധികാരികമായിട്ടുള്ള വിധി പറയുകയാണ്. ആ വിധിയിൽ 24 പേരിൽ 10 പേർ നിരപരാധികളാണെന്ന് പറഞ്ഞ് വിട്ടയക്കുന്നു. ആ ബാക്കി 14 പേരിൽ 4 പേർക്കെതിരെ 3 കൊല്ലം വരെ ശിക്ഷ കിട്ടാവുന്ന ഏറ്റവും ചെറിയ ഒഫൻസേ നിൽക്കൂ എന്ന് പറയുന്നു. ബാക്കി 10 പേരെ ജീവപര്യന്തം തടവ് കിട്ടാവുന്ന 302 ഫൈൻഡ് ചെയ്യുന്നു. ആ വസ്തുതയും കോടതി ഫയലിൽ സ്വീകരിച്ച എക്സിബിറ്റ്സും സാക്ഷിമൊഴികളും എല്ലാം ആധികാരികമായിട്ടുള്ളപ്പോൾ അതാണ് നോക്കേണ്ടത്. കേസ് ഡയറിയിൽ പല കാര്യങ്ങളുണ്ടാവും, CBI പലതും കൊണ്ടുവരും. CBI കൂട്ടിലടച്ച തത്ത ഈ രാജ്യത്ത് കൊണ്ടുവന്ന പല കാര്യങ്ങളും ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയിട്ടുള്ള ചരിത്രമുണ്ട്. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വസ്തുതകളായിട്ട് പറയണം. നമ്മുടെ മുന്നിൽ ഒരു CPM നേതാവിനെതിരെയും ഗൂഢാലോചന ഫൈൻഡ് ചെയ്തിട്ടില്ല. ഒരു CPM നേതാവിനെയും CBI കണ്ടെത്തിയതിൽ ഏതെങ്കിലും തരത്തിൽ ആരോപണം തെളിയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതാണ് വസ്തുത. എവിടെയാണോ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഗൂഢാലോചന മാത്രമല്ല കൊലപാതകത്തിന് വേണ്ടി യോഗം വിളിച്ചു എന്നത് പോലും നമ്മുടെ മുന്നിലുണ്ട്. ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺവോയ് പോലെ ഈ പ്രതികൾ അവിടെ എത്തി ഈ രണ്ടുപേരെയും നിഷ്ഠൂരമായി വധിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്, ഈ കേസിൽ എന്തിനാണ് CBI വരുന്നതിനെ നിങ്ങൾ എതിർത്തത്? കുടുംബത്തിന്റെ ആവശ്യപ്രകാരം CBI അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ഈ സർക്കാർ ഈ കോടികൾ തുലച്ചത് ആർക്കു വേണ്ടിയാണ്? പാർട്ടിയിൽ നിന്ന് ഈ പണം ഈടാക്കുമോ? ഇത് അല്പസമയം മുമ്പ് ശരത് ലാലിന്റെ അച്ഛൻ സൂചിപ്പിച്ചതാണ്. അവർക്ക് ഈ കേസ് നടത്തിക്കാൻ ആവശ്യമായ ചെലവ് ആര് കൊടുക്കും? അഡ്വക്കേറ്റ് സുനിൽകുമാർ. ഒറ്റ കാര്യം, ഡോക്ടർ അരുൺ, തിരക്ക് കഴിയുമ്പോൾ ഈ കേസിലെ എക്സിബിറ്റ് 160 രേഖയുണ്ട്. അതിൽ 1-ാം പ്രതിയായ പീതാംബരൻ എഴുതി വച്ചൊരു കത്തായിട്ട് ഈ കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും ആധികാരികമായിട്ടുള്ള രേഖ അത് താങ്കളൊന്ന് വായിച്ചു നോക്കണം. സമയക്കുറവ് കാരണം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ സിംഗിൾ ജഡ്ജ് ഇതിലെ കുറ്റപത്രം റദ്ദാക്കി. ഒരു ക്രിമിനൽ കേസിലും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന FIR, സെക്കൻഡ് FIR പോലും നിയമം അനുശാസിക്കുന്നതല്ല. കുറ്റപത്രം റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2 പേർ മരണപ്പെട്ട കേസിൽ കോടതി ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ ഗവൺമെന്റ് അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ച് അത് ഫയലിൽ സ്വീകരിച്ച് അപ്പീൽ വിശദമായി വാദം കേട്ടിട്ട് ആ കുറ്റപത്രം റദ്ദാക്കിയ സിംഗിൾ ചെയ്തു. അല്ല CBI, ഞാൻ അതിലേക്കാണ് വരുന്നത്. CBI എൻക്വയറി സിംഗിൾ ജഡ്ജ് ഉത്തരവ് ചെയ്യാനായി അദ്ദേഹം കണ്ടെത്തിയ കാരണമാണ് ഈ കുറ്റപത്രം റദ്ദാക്കുന്ന സാഹചര്യം. അപ്പൊ ഒരിക്കലും നിയമം അനുശാസിക്കുന്ന തരത്തിൽ ഒരു സുപ്രീം കോടതിയിൽ പോയത് എന്തിനാണ്? ഞാൻ പറയട്ടെ അല്ല, നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കൂ. ഞാൻ പറയാൻ റെഡി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ സിംഗിൾ ജഡ്ജിന്റെ ഉത്തരവിലെ തെറ്റുകളും അതുപോലെ കുറവുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഡിവിഷൻ ബെഞ്ചിൽ പോയത്. ഡിവിഷൻ ബെഞ്ചിൽ ചെന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ നടന്നു. അതായത് കുറ്റപത്രം റിവൈവ് ചെയ്തു, പക്ഷേ പോലീസിനെതിരെ ആ പ്രാഥമിക അന്വേഷണത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ നിലനിൽക്കുകയാണ്. ആ പരാമർശങ്ങളുമായി ഇതൊന്നും ആവശ്യപ്പെടാതെ മറ്റൊരു കേസിൽ മുഖ്യമന്ത്രി അനുവദിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്കറിയാവുന്നതല്ലേ. സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ്. താങ്കൾ ചർച്ചയിൽ തുടരുക. സ്മൃതി പരുത്തിക്കാട് ചർച്ചയുടെ 2-ാം ഘട്ടത്തിലെത്തും. അഡ്വക്കേറ്റ് ആസഫ് അലി, എനിക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ, 10 സെക്കൻഡിൽ താഴെ സമയം. അങ്ങേക്ക് എന്തോ പ്രതികരിക്കാനുണ്ട്, കൈ ഉയർത്തി, അതുകൊണ്ട് മാത്രം. ഒറ്റ കാര്യം പറയാം. ഞാൻ പറഞ്ഞത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് എൻ്റെ മുമ്പിലുള്ള കള്ളാസിൽ ഞാൻ പറഞ്ഞത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ ആ യോഗത്തിൽ ഈ പീതാംബരൻ സാക്ഷിയാക്കി ചേർത്തത് അല്ലല്ല, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ അട്ടിമറിയുടെ ഞെട്ടിക്കുന്ന കഥകളാണ് CBI കണ്ടുപിടിച്ചത്.
അതാണ് പറയുന്നത്. അല്ല, വിധി പിന്നെ വന്നു കഴിഞ്ഞാൽ ഒരു കേസ് കാര്യം നേരിട്ട് പറയാം. പ്രസക്തി ഈ എന്നാണ് അഡ്വക്കേറ്റ് കേസ് ആസഫ് അലി അരുൺ നേരത്തെ ചോദിച്ചത്. ഡോക്ടർ അരുൺ നന്ദി. ചോദിച്ചതുപോലെ അതെ. വിധി വന്നാൽ പിന്നെ സുപ്രീം കോടതിയിൽ വിധിയല്ലേ പോയി മിസ്റ്റർ? അതെ അതെ, ഈ ഡിവിഷൻ ബെഞ്ച് പരാമർശം വരെ പോയത് നീക്കിയിട്ടല്ല പോയത്. സാങ്കേതികത്വമാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോയത് എന്തിനെന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ അരുൺ മറുപടി പറയും. Debate with Dr. Arun Kumar.